ഹായ് ഹലോ ബിൽഡ് യുവർ കരിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ തേർഡ് വീഡിയോ ആണ്. ഫിസിക്സിന്റെ തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ നോട്ട്സ് നമ്മൾ നോക്കിയിരുന്നു, ക്ലാസ് നമ്മൾ കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോട്ട്സ് ഒരു തവണ റാൻഡം ആയിട്ട് കേട്ട് പോകുന്നവർക്ക് ചിലപ്പോൾ അതെല്ലാം ഫിക്സ് ആവണമെന്നില്ല. അതുപോലെ ചിലർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും തിയറി പഠിക്കാണ്ട് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചത് കൊണ്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നല്ല പറയുന്നത്. പക്ഷെ ഒന്നും പറ്റാത്തവർക്ക് അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻസ് കൊണ്ടെങ്കിലും എന്തെങ്കിലും കുറച്ച് ഗുണം ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ്. പിന്നെ തിയറി പഠിച്ചവർക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാനും കുറച്ചുകൂടെ കൂടുതൽ കണ്ടന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനുമായിട്ടാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നത്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെസിബൽ ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇന്റൻസിറ്റി ഓഫ്. ഡെസിബൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സൗണ്ടിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാനാണ് ഡെസിബൽ യൂസ് ചെയ്യുന്നത്. സൗണ്ട് അല്ലെ, സൗണ്ടിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ ഡെസിബൽ യൂസ് ചെയ്യുന്നത്. ഡെസിബൽ എന്ന് നെയിം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഡെസിബൽ ആദ്യം ഇത് നോക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് പറഞ്ഞു തരാം. അപ്പം ഡെസിബൽ സൗണ്ടിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാനാണ്. അത് നെയ്മഡ് ആഫ്റ്റർ ദ ഇൻവെന്റർ അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ഡെസിബൽ ഈസ് ദ യൂണിറ്റ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഇന്റൻസിറ്റി ഓഫ് സൗണ്ട്. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന് ശേഷമാണ് ഈ ഒരു നെയിമിങ് കൊണ്ടുവരുന്നത്. ഡെസിബൽ എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ ഇന്റൻസിറ്റി എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് നോർമലി മെഷേർഡ് യൂസിങ് ദ എ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യണത്. വിച്ച് അപ്രോക്സിമേറ്റ്സ് ദ ഹ്യൂമൻ ഇയേഴ്സ് റെസ്പോൺസ് ടു എ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. നമ്മുടെ ഹ്യൂമൻ ഇയറിൽ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ഈ ഒരു ഡെസിബൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ സൗണ്ടിൻ്റെത് ഡെസിബൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെത് ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ടെസ്ലയാണ്. ലൈറ്റിൻ്റെതാണെങ്കിൽ ലക്സ് എന്നാണ് പറയുക. ഹീറ്റിന്റെ ആണെങ്കിൽ ജൂൾ എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ടെസ്ല, സൗണ്ട് ആണെങ്കിൽ ഡെസിബൽ, ലൈറ്റ് ആണെങ്കിൽ ലക്സ്, ഹീറ്റ് ആണെങ്കിൽ ജൂള്. ഇത്രയുമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് ഉള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ മൈക്രോൺ ഈസ് ഈക്വൽ ടു. നമ്മൾ മൈക്രോൺ പറഞ്ഞു അല്ലെ. മൈക്രോൺ അവിടെ എന്താന്ന് കൊടുത്തിട്ടുണ്ട്. മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺ എന്ന് പറഞ്ഞാൽ കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഫോർ വേവ് ലെങ്ത്സ് ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ വേവ് ലെങ്ത് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് ബയോളജിക്കൽ സെൽസിന്റെയും ബാക്ടീരിയയുടെയും ഒക്കെ സൈസ് മെഷർ ചെയ്യാനും ഒക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഡയമീറ്റർ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പം മെയിൻ ആയിട്ട് പറയേണ്ടത് വേവ് ലെങ്ത് ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ വേവ് ലെങ്ത് മെഷർ ചെയ്യാനായിട്ടാണ് മൈക്രോമീറ്റർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൈക്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മൈക്രോൺ, 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ 0.001 മില്ലിമീറ്റർ ആണ്. ഓക്കെ, 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ 0.001 mm ആണ്. അങ്ങനെയാണെങ്കിൽ 0.1 mm എന്ന് പറഞ്ഞാൽ 100 മൈക്രോൺ ആണ്. 100 മൈക്രോൺ ആണ് 0.1 mm. 0.01 mm ആണെങ്കിൽ 10 മൈക്രോൺ ആണ്. 0.01 ആണെങ്കിൽ 10 മൈക്രോൺ ആണ്. 0.001 ആണെങ്കിൽ അത് 1 മൈക്രോൺ നമ്മൾ പറഞ്ഞു. ഇനി 0.0001 mm എന്നാണെങ്കിൽ അതിന് നമ്മൾ 0.1 മൈക്രോൺ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. മൈക്രോൺ എന്താണെന്ന് മനസ്സിലായി. ഇത് ചോദിക്കാറുണ്ട്, മൈക്രോമീറ്റർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ വേവ് ലെങ്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മൈക്രോൺ. 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ 0.001 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അടുത്തത് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ് കൂളോംബ് ആണ്. കൂളോംബ് ആണ് ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രിക് ചാർജ് കൂളോംബ് ആണ്. അതൊരു ഡിറൈവ്ഡ് SI യൂണിറ്റ് ആണ്. റെപ്രസെന്റ് ചെയ്യുന്നത്, കൂളോംബിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ C വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇനി കൂളോംബ് ഡിഫൈൻ ചെയ്യണത് എമൗണ്ട് ഓഫ് ചാർജ് ദാറ്റ് പാസസ് ത്രൂ ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ carrying 1 ampere per second. ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടർ, അതിനകത്തുള്ള ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് 1 ampere per second ആണ്. നമുക്കറിയാം ആംപിയർ ചാർജിന്റെ ഒരു യൂണിറ്റ് ആണ്, നമ്മൾ പറയുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പം 1 ampere per second യൂണിറ്റ് ഉള്ള ഒരു ഇലക്ട്രിക് കണ്ടക്ടറിൽ കൂടെ എത്ര ചാർജ്
എത്ര ചാർജ് പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൂളോംബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ളതാണെങ്കിൽ ആംപിയർ ആണെങ്കിൽ ഇലക്ട്രിക് കറന്റ് ആണ്. ചാർജിൻ്റെത് കൂളോംബ് ആണ്, ഇലക്ട്രിക് ചാർജിൻ്റെത് കൂളോംബ് ആണ്, ഇലക്ട്രിക് കറന്റിൻ്റെത് ആംപിയർ ആണ്. ഓക്കെ, കൂളോംബ് ഇലക്ട്രിക് ചാർജ് ആണ്. നെക്സ്റ്റ് കെൽവിൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. കെൽവിൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കിലോവാട്ട് അവർ ഇസ് ദ യൂണിറ്റ് ഓഫ്. കിലോവാട്ട് അവർ എനർജിയുടെ യൂണിറ്റ് ആണ് അല്ലെ. കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ എനർജിയുടെ യൂണിറ്റ് ആണ്. അത് വന്നിട്ട് 1000 വാട്ട് അവേഴ്സിന് ഈക്വൽ ആണ്. 1 കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ 1000 വാട്ട് അവേഴ്സ് ആണ്. ഇനി എനർജി നമ്മൾ ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യേ, അതായത് ഒരു എനർജിയിൽ നിന്ന് വേറൊരു എനർജിയായി കൺവേർട്ട് ചെയ്യാൻ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ആ ടോട്ടൽ എനർജീനെ കിലോവാട്ട് അവേഴ്സിലായിരിക്കും നമ്മൾ പറയുക. ആ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പവർ ഇൻ കിലോവാട്ട്സ് ഇൻറ്റു ടൈം ഇൻ അവേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ എനർജീനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യേ അല്ലെങ്കിൽ യൂസ് ചെയ്യേ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന അത് കിലോവാട്ട് അവേഴ്സിലായിരിക്കും കിട്ടുക. അത് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പവർ ഇൻ കിലോവാട്ട്സ് ഇൻറ്റു ടൈം ഇൻ അവേഴ്സ്. അതുകൊണ്ടാണ് എനർജീനെ നമ്മൾ കിലോവാട്ട് അവർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ആണ്. പവറിൻ്റെത് വാട്ട് ആണ്, അത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കിലോവാട്ട് അവർ, പവറും ടൈമും കൂടെ എടുക്കുന്നത് കൊണ്ടാണ്. ഫോഴ്സ് ആണെങ്കിൽ ന്യൂട്ടൺ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. മൊമെന്റം ആണെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് ആണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉള്ളത്. നെക്സ്റ്റ് ടേം ഈസ് ദ യൂണിറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണ് അല്ലെ, നമ്മൾ അവിടെ കുറെ യൂണിറ്റുകൾ പറഞ്ഞു. ആ യൂണിറ്റുകൾ എല്ലാം തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു പോകും. അവിടെ അത് പഠിച്ചില്ലെങ്കിൽ പോലും ഈ ഓരോ ക്വസ്റ്റ്യൻസും നോക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ഓർമ്മയിൽ നിന്നില്ലെങ്കിലും പിന്നീട് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആൻസർ ഓർമ്മ വരും. ടേം എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ അറിയാം, ചൂടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. നമുക്കറിയാം തേർമൽ കുക്കർ, അങ്ങനെ എല്ലാം നമ്മൾ ടേം എന്ന് പറയും. അപ്പൊ ടേം എന്ന് പറഞ്ഞാൽ ഹീറ്റിന്റെ യൂണിറ്റ് ആണ് ടേം. ഹീറ്റിന്റെ യൂണിറ്റ് ആണ് ടേം. അത് വന്നിട്ട് ഒരു നോൺ SI യൂണിറ്റ് ആണ്. ഹീറ്റിന്റെ നോൺ SI യൂണിറ്റ് അല്ല ടേം, നോൺ SI യൂണിറ്റ് ആണ്. ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്സിൽ പറയുന്നതാണ് ടേം എന്ന് പറയുന്നത്. അപ്പൊ അത് 29.3 കിലോവാട്ട് അവേഴ്സ് ആണ്. അതുപോലെ കിലോ കലോറീസ്, മെഗാ ജൂൾസ് അതിന്റെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയൊന്നും ആവശ്യമില്ല, ടേം എന്താണ് എന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ജസ്റ്റ് ഞാൻ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പറയണത്. പവറിൻ്റെത് വാട്ട്, ലൈറ്റിൻ്റെത് ലക്സ്, ഡിസ്റ്റൻസ് ആണെങ്കിൽ കിലോമീറ്റർ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ നോർമൽ SI യൂണിറ്റ് അല്ല ടേം. ഈ പറഞ്ഞതൊക്കെ SI യൂണിറ്റ് ആണ്. ഹീറ്റ് എന്ന് പറയുന്നത് BTU, ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് ആണ് ടേം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, which among the following is the fundamental quantity? നമുക്ക് താഴെ കുറെ അധികം തന്നിട്ടുണ്ട് അല്ലെ. ഇതിനകത്ത് ഏതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? വോള്യം. വോള്യം L³ ആണ് അല്ലെ. ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ് വോള്യം. അപ്പൊ അതല്ല. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് വെലോസിറ്റി, അതും ഡിറൈവ്ഡ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ്. അപ്പൊ അതും അല്ല. ടൈം എന്താണ്? സെക്കൻഡ് ആണ് അല്ലെ. ടൈമിന് വേറെ ഡെറിവേഷൻ ഒന്നും ഇല്ല. ടൈം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. അപ്പോൾ ടൈം ആണ് എന്തെന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടൈം ആണ്. Okay, the physical quantities which do not depend on any other physical quantities for their measurements are known as fundamental quantities or base quantities. ശരിയാണ് അല്ലെ. വേറെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. വോളിയം ആണെങ്കിൽ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, വെലോസിറ്റി ആണെങ്കിൽ ഡിസ്റ്റൻസിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഫോഴ്സ് ആണെങ്കിൽ മാസിനെയും ആക്സിലറേഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ടൈം ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിന്റെ സ്വന്തം യൂണിറ്റ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത്. അതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. നെക്സ്റ്റ്, which of the following is not a vector quantity? വെക്ടർ ക്വാണ്ടിറ്റി അല്ലാത്തത് എന്താണ്? വെക്ടറും സ്കെയിലറും ഒക്കെ പറയുന്നതിന് മുമ്പ് എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി? ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി ആണ് വെക്ടർ ക്വാണ്ടിറ്റി. ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റി ആണ് സ്കെയിലർ ക്വാണ്ടിറ്റി. നമുക്കറിയാം ചില ക്വാണ്ടിറ്റീസ്, ഇപ്പൊ നമ്മള് സ്പീഡ് ഒരിക്കലും ഡയറക്ഷൻ ഏത് വഴിയെ പോയാലും സ്പീഡിന് മാറ്റമൊന്നും സംഭവിക്കില്ല അല്ലെ. പോസിറ്റീവിലോട്ട് പോയാലും നെഗറ്റീവ്, ഫ്രണ്ടിൽ പോയാലും ബാക്കിൽ പോയാലും എങ്ങനെ പോയാലും സ്പീഡിന് ഒന്നും സംഭവിക്കുന്നില്ല.
അപ്പം സ്പീഡ് എന്താണ്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സോ ഇവിടുത്തെ ആൻസർ സ്പീഡ് ആണ്. ഇനി വെലോസിറ്റി അതിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡയറക്ഷൻ പോകുന്നതിനനുസരിച്ച് വെലോസിറ്റി മാറ്റം സംഭവിക്കും. ടോർക്ക് ആണെങ്കിലും ടോർക്ക് നമ്മൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഓരോന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലും നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ 0 വരാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ പോയിന്റിലേക്ക് തന്നെ വന്ന് നിന്നാൽ ഡിസ്പ്ലേസ്മെന്റ് അവിടെ 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് എന്തിനെയാണ്? ഒരു പോയിന്റിൽ നിന്നും വേറെ പോയിന്റിലേക്ക് അത് ചേഞ്ച് ആയിട്ടുള്ള ആ ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. എത്രത്തോളം പൊസിഷൻ ചേഞ്ച് ആയി എന്നുള്ളതാണ്. സോ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ വെലോസിറ്റി, ടോർക്ക്, ഡിസ്പ്ലേസ്മെന്റ് ഒക്കെയും വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സ്പീഡ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. Next one, the dimension of which of the following is same as that of impulse. Impulse ന്റെ same dimension ഉള്ളത്. അതിന് ആദ്യം നമുക്ക് എന്ത് വേണം? Impulse ന്റെ dimension അറിയണം അല്ലേ? ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Impulse എന്ന് പറഞ്ഞാൽ force into time ആണ്. അതിനകത്ത് force mass by acceleration ആണ്. mass എന്ന് പറഞ്ഞാൽ m ആണ്. acceleration L t raised to -2 ആണ്. ഇനി ഡയമെൻഷൻ ഫോർമുലയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും. അപ്പം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ L t raised to -2 ആണ്. ഇനി ഫോഴ്സിന്റേത് m raised to -1. ഇവിടെ -1 ആണ് അല്ലെ? m raised to -1 m raised to 1 L raised to 1 t raised to -2 ആണ്. ഇനി ഇതിനെ നമ്മൾ കൊടുക്കുകയാണ്, ടൈമും കൂടെ ആഡ് ചെയ്യാണ്. ഇതിന്റെ കൂടെ ടൈമും കൂടെ ആഡ് ചെയ്താൽ t raised to -2 into t raised to 1 എന്ന് പറഞ്ഞാൽ അവിടെ അത് ക്യാൻസൽ ചെയ്തിട്ട് -1 വരും അല്ലെ? രണ്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് a into m, a raised to m into a raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? a raised to m plus n ആണ്. ഇവിടെ അതാണ് t raised to -2 into t raised to 1. അപ്പൊ എന്ത് വരും? t raised to -2 plus 1 which is equal to t raised to -1 എന്ന് വരും. അതാണ് ഇവിടെ ഫൈനലി വന്നിരിക്കുന്നത്. അപ്പൊ ഇമ്പൾസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസിന്റെ ഡയമെൻഷൻ m raised to 1 L raised to 1 t raised to -1 ആണ്. ഇനി നമ്മൾ പറയുകയാണ് മൊമെന്റം ആണ്. വോള്യത്തിൻ്റെത് നമുക്കറിയാം L raised to 3 ആണ് അല്ലെ? ടോർക്കിൻ്റെത് ഇപ്പൊ പറഞ്ഞുതരാം. ടോർക്കിൻ്റെത് m raised to 1 L raised to 2 t raised to -2 ആണ് ടോർക്കിൻ്റെത്. ഇനി ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് മൊമെന്റം ആണെങ്കിൽ m L t raised to -2 ആണ് അതിൻ്റെത്. അപ്പം മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റ് ആണ് മൊമെന്റം. ഓക്കെ, അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ m raised to 1 ആണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ L raised to 1 t raised to 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൊമെന്റത്തിന്റെയും ഇമ്പൾസിന്റേതുമാണ് സെയിം ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ എഫക്ട്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.674 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കാണാറുണ്ട്. അതിന്റെ ഡയമെൻഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് m raised to -1 L raised to 3 t raised to -2 ആണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇതെന്താണ്? m raised to -1 L raised to ഓക്കെ, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇതങ്ങനെ പ്രത്യേകിച്ച് ഒന്നിന്റേതും എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റേത് m raised to -1 L raised to 3 t raised to -2 ആണ്. അടുത്ത 10th ക്വസ്റ്റ്യൻ, പാർസെക് ഈസ് ദ യൂണിറ്റ് മെഷർമെന്റ് ഓഫ്. പാർസെക് എന്ന് പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം അസ്ട്രോണമിയായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എല്ലാറ്റിലും നമ്മൾ പാർസെക് ഒക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ട്രോണമിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ പാർസെക് യൂസ് ചെയ്യുന്നത്. പാർസെക് എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ആക്ച്വലി പാർസെക് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ലാർജ് ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാനാണ്. ആസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് കാണുന്ന അത്രയും ഡിസ്റ്റൻസിലൊന്നും ആയിരിക്കില്ല, അത് ഒരുപാട് ദൂരത്തായിരിക്കും. അപ്പോൾ ആ ലാർജ് ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാനാണ്, അതായത് ഔട്ട്സൈഡ് സോളാർ സിസ്റ്റത്തിന് പുറത്തുള്ളതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ അപ്രോക്സിമേറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3.26 ലൈറ്റ് ഇയേഴ്സ് വരും. അതുപോലെ തന്നെ അല്ലെങ്കിൽ 206, 265 അസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് അതൊക്കെയാണ്. അത് നമ്മുടെ കിലോമീറ്ററിലൊക്കെ പറയുകയാണെങ്കിൽ 30.9 ട്രില്യൺ കിലോമീറ്റേഴ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ അത്രയുമുള്ള ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ പാർസെക് എന്ന് പറയുന്ന യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
നെക്സ്റ്റ് 1 ബാർ. ബാർ എന്ന് പറഞ്ഞാൽ പ്രഷർ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ്. അപ്പൊ 1 ബാർ SI യൂണിറ്റ്, ബാർ എന്ന് പറഞ്ഞാൽ പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു യൂണിറ്റ്. പ്രഷറിന്റെ SI യൂണിറ്റ് നമുക്കറിയാം പാസ്കൽ ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കൽ ആണ് 1 ബാർ. ഓക്കെ, 10⁵ പാസ്കൽ ആണ് 1 ബാർ എന്ന് പറയുന്നത്. അടുത്തത് which of the following has same unit? സെയിം യൂണിറ്റ് ഉള്ളത് എന്തിനൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. വർക്ക് ആൻഡ് ടോർക്ക്. വർക്കിനും ടോർക്കിനുമാണ് സെയിം യൂണിറ്റ് ഉള്ളത്. വർക്ക് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, ടോർക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വർക്ക് അതിന്റെ ഡയറക്ഷനൊന്നും ഡിപ്പെൻഡ് ചെയ്യണില്ല അല്ലെ, പക്ഷെ ടോർക്ക് എന്താണ് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യണ്ടാവും. ഇനി വർക്കിന്റെ ആംഗുലാർ ഇക്വാലന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഇനി അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോർക്ക് എന്ന് നമുക്ക് പറയാം. ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യണത് എന്തിലാണ്, റേഡിയനിലാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, എന്താ പറയാ, പ്ലെയിൻ ആംഗിൾ മെഷർ ചെയ്യാൻ റേഡിയൻ ആണ് യൂസ് ചെയ്യാന്ന്. അത് ഡയമെൻഷൻലെസ് ആണ്. അതുകൊണ്ട് തന്നെ ടോർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വർക്കിന്റെ യൂണിറ്റിന് ഈക്വൽ ആയിരിക്കും. കാരണം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന് നമുക്ക് ഡയമെൻഷൻലെസ് ആണ്, റേഡിയൻ ആയതുകൊണ്ട് അത് ഡയമെൻഷൻലെസ് ആണ്. അതുകൊണ്ട് തന്നെ ടോർക്കിനെ നമ്മൾ എന്തുമായിട്ട് മെഷർ ചെയ്യണം, വർക്കിന്റെ യൂണിറ്റ് ആയിട്ടാണ്. വർക്കിന്റെ യൂണിറ്റിൽ തന്നെയാണ് നമ്മൾ ടോർക്ക് മെഷർ ചെയ്യണത്. അതുകൊണ്ടാണ് വർക്ക് ആൻഡ് ടോർക്ക് സെയിം യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്റ്റൻസ് ഓഫ് സ്റ്റാർസ്. സ്റ്റാറിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ലൈറ്റ് ഇയർ വെച്ചിട്ടാണ്. ലൈറ്റ് ഇയർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർസിന്റെ ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യുന്നത്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലൈറ്റ് 1 ഇയർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അത് ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ കൂടെ പോകുന്നതാണ്. അതായത് 1,86,000 മൈൽസ്, ദാറ്റ് മീൻസ് 3 lakh കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ മൈൽസ് പെർ സെക്കൻഡ്. 1,86,000 മൈൽസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ 3 lakh കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ്. അത് നമ്മൾ പറയുകയാണെങ്കിൽ 5.88 ട്രില്യൺ മൈൽസ്, കിലോമീറ്റേഴ്സ് ഒക്കെയാണ് ഒരു വർഷം ട്രാവൽ ചെയ്യുന്നത്. അതാണ് നമ്മൾ ലൈറ്റ് ഇയർ. ലൈറ്റിന്റെ ഡിസ്റ്റൻസ് ആണ് കേട്ടോ ഈ പറഞ്ഞത്. ഇതാണ് നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് സ്റ്റാർസ് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ ലൈറ്റ് ഇയർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ലുമിനസ് എമിറ്റൻസ്. ലുമിനസ് എമിറ്റൻസിന്റെ യൂണിറ്റ്, SI യൂണിറ്റ് ലക്സ് ആണ്. ലൈറ്റിന്റെ SI യൂണിറ്റ് ആണ് അല്ലെ, ലൈറ്റിന്റെ യൂണിറ്റും ലക്സ് ആണ്. അപ്പം ഇത് എവിടെയാണ് ലുമിനസ് എമിറ്റൻസ് നമ്മൾ യൂസ് ചെയ്യണത്, ഫോട്ടോമെട്രിയിലാണ്. അതായത് ഇന്റൻസിറ്റി, ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. അത് ലുമിനസിറ്റി ഫംഗ്ഷൻ, അതായത് വേവ് ലെങ്ത് ഒക്കെയാണ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. എത്ര വേവ് ലെങ്ത് ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മൾ ലുമിനസ് എമിറ്റൻസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ലക്സ് എന്ന് പറയുന്നത്. അടുത്തത്, what is the unit of relative density? റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് ഗിവൺ റെഫറൻസ് മെറ്റീരിയൽ. നമ്മൾ ഒരു മെറ്റീരിയലിന്റെ ഡെൻസിറ്റി, നമുക്കൊരു മെറ്റീരിയലിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഡെൻസിറ്റി ഉണ്ടാവും. ഓക്കെ, നമുക്കൊരു മെറ്റീരിയൽ റെഫറൻസിന് തരുന്നുണ്ടാവും, അതിന്റെ ഡെൻസിറ്റി ഉണ്ടാവും. ഈ രണ്ട് ഡെൻസിറ്റി തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം റേഷ്യോ വന്നു കഴിഞ്ഞാൽ മേലെയും ഡെൻസിറ്റിയാണ് താഴെയും ഡെൻസിറ്റിയാണ്, യൂണിറ്റ്സ് എല്ലാം ക്യാൻസൽ ആയി പോകും, അവിടെ 1 വരും. സോ റിലേറ്റീവ് ഡെൻസിറ്റി ഡസൻറ്റ് ഹാവ് എ യൂണിറ്റ്. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്താണ്, യൂണിറ്റ് ഇല്ല. അടുത്തത്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മൊമെന്റം? മൊമെന്റത്തിന്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ന്യൂട്ടൺ സെക്കൻഡ് ആണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. മൊമെന്റം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ആണ്. അത് വന്നിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അത് മാസും വെലോസിറ്റിയും, അതായത് പ്രോഡക്റ്റ് ഓഫ് ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, അത് തന്നെയാണ്, ഒരു ഒബ്ജക്റ്റിന്റെ മാസിനെ വെലോസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് മൊമെന്റം കിട്ടുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഓക്കെ, അടുത്തത് ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ്. നമ്മൾ കുറേ SI യൂണിറ്റുകൾ ഇങ്ങനെ തന്നെ പഠിച്ചു അല്ലെ. അപ്പം ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ഹെർട്സ് ആണ്. ഓക്കെ, ഇനി അത്
എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവന്റ് എന്തെങ്കിലും ഒന്ന് ഒരു യൂണിറ്റ് ടൈമിൽ എത്ര നമ്പർ ഓഫ് ടൈംസ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഹേർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈസ് ദ നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് എ റിപ്പീറ്റിംഗ് ഈവന്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം. ഓക്കെ, ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്ത് ആ സംഭവം സംഭവിക്കുന്നുണ്ടോ ആ നമ്പർ ഓഫ് ടൈംസിനെയാണ് നമ്മൾ ഹേർട്സ് എന്ന് പറയുന്നത്. അടുത്തത് SI യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഓവർ ചേഞ്ച് ഇൻ ടൈം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്, ടൈം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. അങ്ങനെയാണ് നമുക്കത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടുന്നത്. അതായത് സെക്കൻഡ് സ്ക്വയർ ചെയ്യണം. വെലോസിറ്റി ഒരു സെക്കൻഡ് സ്ക്വയർ നമ്മൾ ടൈമിനെ സ്ക്വയർ ചെയ്യാണ് ചെയ്യണത്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് തന്നെ അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.